ഹായ് വ്യൂവേഴ്സ്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബിഹേവിയറിസ്റ്റ് തിയറീസ് ആയിട്ടുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കുറിച്ചും ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങിനെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഒപ്പറൻ്റ് കണ്ടീഷനിങ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങും കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾക്ക് ഇത് പറയാതെ തന്നെ ഇതിലുള്ള വ്യത്യാസങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കും എന്നറിയാം. എങ്കിലും നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് വ്യത്യാസമായിട്ടുള്ളതെന്ന്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ എലിസിറ്റഡ് റെസ്പോൺസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് എലിസിറ്റഡ് റെസ്പോൺസ് അല്ലെങ്കിൽ റെസ്പോണ്ടൻറ്റ് ബിഹേവിയറിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, റെസ്പോണ്ടൻറ്റ് ബിഹേവിയർ അല്ലെങ്കിൽ എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ഈസ് എലിസിറ്റഡ് ബൈ സ്റ്റിമുലി. ഒരു സ്റ്റിമുലിയാണ് ഇവിടെ റെസ്പോൺസിനെ എലിസിറ്റ് ചെയ്യുന്നത്. കണ്ണിലൊരു സൂചി കൊണ്ടാൽ നമ്മൾ പ്രതികരിക്കുന്ന ഒരവസ്ഥ, അതാണ് എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി എമിറ്റഡ് റെസ്പോൺസ് അഥവാ ഒപ്പറൻ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിമുലസ് ഇല്ലെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടാകും എന്ന രീതിയിലുള്ളതാണ് എമിറ്റഡ് റെസ്പോൺസ്. വിശക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നത് ഒരു എമിറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിൽ ഫോക്കസ് ചെയ്യുന്നത് എലിസിറ്റഡ് റെസ്പോൺസും ഒപ്പറൻ്റ് കണ്ടീഷനിൽ ഫോക്കസ് ചെയ്യുന്നത് എമിറ്റഡ് റെസ്പോൺസുമാണ്. ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ് എസ് ടൈപ്പ് കണ്ടീഷനിങ് ആണ്, അതായത് സ്റ്റിമുലസ് ടൈപ്പ് കണ്ടീഷനിങ് ആണ്. സ്റ്റിമുലസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഒരു കണ്ടീഷനിങ് നടക്കുന്നത്. എന്നാൽ ഒപ്പറൻ്റ് കണ്ടീഷനിങ് ആർ ടൈപ്പ് കണ്ടീഷനിങ് ആണ്, അതായത് റെസ്പോൺസ് ടൈപ്പ് കണ്ടീഷനിങ് ആണ്. ദെൻ കണ്ടീഷൻഡ് റെസ്പോൺസ് ആൻഡ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആർ ദ സെയിം. ഇവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ കണ്ടീഷൻഡ് റെസ്പോൺസും അൺകണ്ടീഷൻഡ് റെസ്പോൺസും സെയിം ആണ്. അതായത് ഫുഡ് കണ്ടപ്പോൾ സലൈവേഷൻ ഉണ്ടായിട്ടുള്ളതാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അൺകണ്ടീഷണൽ റെസ്പോൺസും എന്തായിരുന്നു? സലൈവേഷൻ വരിക എന്നുള്ളതായിരുന്നു. കണ്ടീഷൻഡ് റെസ്പോൺസും എന്ത് തന്നെയായിരുന്നു? സലൈവേഷൻ വരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ കണ്ടീഷൻ റെസ്പോൺസും അൺകണ്ടീഷൻ റെസ്പോൺസും സെയിം ആണ്. എന്നാൽ ഒപ്പറൻ്റ് കണ്ടീഷനിൽ കണ്ടീഷൻഡ് റെസ്പോൺസും അൺകണ്ടീഷൻഡ് റെസ്പോൺസും ഡിഫറൻ്റ് ആണ്. കണ്ടീഷൻ റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബിഹേവിയറിനെ മോഡിഫൈ ചെയ്തെടുത്തതിന് ശേഷമുള്ള ഒരു റെസ്പോൺസാണ്. അൺകണ്ടീഷൻ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യത്തിൽ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ എലി ഒരു റാൻഡം മൂവ്മെൻറ്റിലൂടെ ഈ റാൻഡം മൂവ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ പരക്കം പായതിനു ശേഷം തട്ടിയപ്പോഴാണ് ഫുഡ് പെല്ലറ്റ് ഇടുന്നത്. ഒരു അൺകണ്ടീഷൻ റെസ്പോൺസാണ് അതുണ്ടായത്. പക്ഷേ പിന്നീട് ആ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടി എന്ത് സംഭവിച്ചു? അതൊരു കണ്ടീഷൻ റെസ്പോൺസായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ കണ്ടീഷൻഡ് റെസ്പോൺസും അൺകണ്ടീഷൻഡ് റെസ്പോൺസും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ കണ്ടീഷൻ റെസ്പോൺസും അൺകണ്ടീഷൻ റെസ്പോൺസും സെയിം ആണ്. ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങിൽ രണ്ടും ഡിഫറൻ്റ് ആണ്. ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ദർ ഇസ് എ ഡെഫിനിറ്റ് കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്. എന്നാൽ കണ്ടീഷൻ റെസ്പോൺസ് കനോട്ട് ബി കണക്റ്റഡ് വിത്ത് എനി നോൺ സ്റ്റിമുലസ് ഇൻ ഒപ്പറൻ്റ് കണ്ടീഷനിങ്. ഒപ്പറൻ്റ് കണ്ടീഷനിൽ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആയിട്ട് കണ്ടീഷൻ റെസ്പോൺസിന് യാതൊരു വിധത്തിലുള്ള കണക്ഷനും ഇല്ല. അപ്പോൾ ആദ്യം പറഞ്ഞു എലിസിറ്റ് റെസ്പോൺസ് ആണ്, എമിറ്റഡ് റെസ്പോൺസ് ആണ്. ദെൻ ക്ലാസിക്കൽ കണ്ടീഷനിൽ എസ് ടൈപ്പ് കണ്ടീഷനിങ് ആണ്, ഒപ്പറൻ്റ് കണ്ടീഷനിൽ ആർ ടൈപ്പ് കണ്ടീഷനിങ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ കണ്ടീഷൻ റെസ്പോൺസും അൺകണ്ടീഷൻ റെസ്പോൺസും സെയിം ആയിരിക്കും. എന്നാൽ ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങിൽ കണ്ടീഷൻ റെസ്പോൺസും അൺകണ്ടീഷൻ റെസ്പോൺസും ഡിഫറൻ്റ് ആയിരിക്കും. Then definite connection between stimulus and response in classical conditioning. Conditioned response cannot be connected with any non-stimulus in operant conditioning. Then next one, controlled by autonomic nervous system. അതായത് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ആണ് ഇവിടെ ലേണിങ്ങിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ക്ലാസിക്കൽ കണ്ടീഷനിൽ പറയുന്നത്. അതായത് തിങ്കിങ്ങിനല്ല ഇവിടെ പ്രാധാന്യം, മറിച്ച് ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിനാണ് പ്രാധാന്യം. നമ്മൾ നേരത്തെ എപ്പോഴും പറയാറുള്ളതാണ്, ചൂട് ഉള്ള ഒരു പാത്രത്തിൽ തൊടുമ്പോൾ കൈ പിൻവലിക്കുന്നത്, അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും സാധനം കുത്താൻ വരുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കുന്നത്. അതൊരു ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു റെസ്പോൺസാണ്. എന്നാൽ ഒപ്പറൻ്റ് കണ്ടീഷൻ കൺട്രോൾഡ് ബൈ സെൻട്രൽ നെർവസ് സിസ്റ്റം. അതായത് നമ്മളുടെ തിങ്കിങ് ഒക്കെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ വരുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ചിട്ട് ചെയ്യുക. നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് നമ്മുടെ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുക. അതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ എങ്ങനെയാണ്? ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിലാണ് ലേണിംഗ് കൺട്രോൾ ചെയ്യപ്പെടുന്നത്. എന്നാൽ ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങിൽ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് കൺട്രോൾ ചെയ്യുന്നത്.
ഇനി പെയറിംഗ് ഓഫ് എ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആൻഡ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇൻ ക്ലാസിക്കൽ കണ്ടീഷനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും കണ്ടീഷൻഡ് സ്റ്റിമുലസും തമ്മിൽ ഒരു പെയറിംഗ് നടക്കുന്നുണ്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ. എന്നാൽ ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങിൽ അത്തരത്തിൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും കണ്ടീഷൻഡ് സ്റ്റിമുലസും തമ്മിൽ യാതൊരു വിധത്തിലുള്ള പെയറിങ്ങും ഉണ്ടാകുന്നില്ല. And then link between unconditioned stimulus and conditioned stimulus is established. ഇവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും കണ്ടീഷൻഡ് സ്റ്റിമുലസും തമ്മിൽ ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിൽ ദർ ഇസ് എ ടെൻഡൻസി ടു റെസ്പോണ്ട് ഇൻ എ സ്പെസിഫിക് മാനർ ഈസ് ഡെവലപ്ഡ്. അതായത് ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നത് ഒരു സ്പെസിഫിക് മാനറിലാണ്. നമ്മുടെ റാൻഡം മൂവ്മെൻറ്റ് കൊണ്ട് ഒരു റെസ്പോൺസ് ഉണ്ടാക്കി, അതെന്താണ്, ഒരു സ്പെസിഫിക് മാനറിൽ ഉണ്ടായിട്ടുള്ള റെസ്പോൺസാണ്. അപ്പോൾ ടെൻഡൻസി ടു റെസ്പോൺസ് ഇൻ എ സ്പെസിഫിക് മാനറാണ് ഇവിടെ ഓപ്പറൻ്റ് കണ്ടീഷനിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ക്ലാസിക്കൽ കണ്ടീഷനിൽ ഓട്ടോണമിക് നെർവസ് സിസ്റ്റമാണ് ലേണിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്, എന്നാൽ ഒപ്പറൻറ്റിൽ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. ദെൻ ഇൻ ക്ലാസിക്കൽ കണ്ടീഷനിൽ ദർ ഇസ് എ പെയറിംഗ് ഓഫ് unconditioned stimulus and conditioned stimulus. In operant conditioning, no pairing of unconditioned stimulus and conditioned stimulus. Then in classical conditioning, there is a link between unconditioned stimulus and conditioned stimulus is established. In operant conditioning, there is a tendency to respond in a specific manner is developed. Then in classical conditioning focuses on SR bondage, അതായത് സ്റ്റിമുലസ് റെസ്പോൺസ് ബോണ്ടേജിനാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ക്ലാസിക്കൽ കണ്ടീഷനിൽ സ്റ്റിമുലസ് റെസ്പോൺസ് ബോണ്ടേജിനാണ് ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ പോകുന്നത്. ദെൻ ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങിൽ ഇറ്റ് കൺസേൺഡ് വിത്ത് സീക്വൻസ് ഓഫ് റെസ്പോൺസസ്. അതായത് ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങിൽ സീക്വൻസ് ഓഫ് റെസ്പോൺസസ് ആണ്. അതായത് ഇപ്പോൾ റാൻഡം ആയിട്ട് ആ ഒരു മൂവ്മെൻറ്റ് നടത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള റെസ്പോൺസുകൾ, ഒരുപാട് റെസ്പോൺസ്, അതായത് ഒരു സീക്വൻസ് ആയിട്ട് പോകുന്ന റെസ്പോൺസിനാണ് ഇവിടെ കൺസേൺ കൊടുക്കുന്നത്. ദെൻ എസൻസ് ഓഫ് ലേണിംഗ് ഇസ് സ്റ്റിമുലസ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ലേണിങ്ങിൻ്റെ എസൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്താ, സ്റ്റിമുലസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ചെയ്ത്. അതായത് ന്യൂട്രൽ സ്റ്റിമുലസിനെ ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസിനോട് അസോസിയേറ്റ് ചെയ്ത പോലെ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സ്റ്റിമുലസിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു സ്റ്റിമുലസിനെ നമ്മൾ എന്താ ചെയ്തത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ രണ്ട് രീതിയിലാണ് പറയുന്നത്. അതായത് എസൻസ് ഓഫ് ലേണിംഗ് ഈസ് എന്താണ് ഇവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ എന്താണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ സ്റ്റിമുലസ് സബ്സ്റ്റിറ്റ്യൂഷനാണ് വരുന്നത്. ദെൻ ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങിൽ എന്താണ് വരുന്നത്, അതായത് റെസ്പോൺസ് മോഡിഫിക്കേഷനാണ്. അതായത് റെസ്പോൺസ് എങ്ങനെയാണ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ റിവാർഡിലൂടെയും പണിഷ്മെൻറ്റിലൂടെയും ഇവിടെ റെസ്പോൺസിനെ മോഡിഫൈ ചെയ്ത് എടുക്കുകയാണ് ഉണ്ടാകുന്നത്. ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ് സ്റ്റിമുലസ് ഓറിയൻറ്റഡ് ആണ്, ഒപ്പറൻ്റ് കണ്ടീഷനിങ് റെസ്പോൺസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഒപ്പറൻ്റ് കണ്ടീഷനിങ് തമ്മിലുള്ള വ്യത്യാസത്തിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് പറഞ്ഞതൊന്നും കൂടെ പറയാം. ആദ്യത്തിൽ പറഞ്ഞു ഇറ്റ് ഫോക്കസ് ഓൺ SR ബോണ്ടേജ്. ദെൻ ഇൻ ഒപ്പറൻ്റ് കണ്ടീഷനിങ് ഇറ്റ് കൺസേൺഡ് വിത്ത് സീക്വൻസ് ഓഫ് റെസ്പോൺസസ്. ദെൻ പിന്നെ പറഞ്ഞു എസൻസ് ഓഫ് ലേണിംഗ് ഇസ് സ്റ്റിമുലസ് സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഓർക്കണം, എന്താണ്, നാച്ചുറലിനെ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ തിയറി പറഞ്ഞപ്പോൾ വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം. ദെൻ ഇൻ ഒപ്പറൻ്റ് കണ്ടീഷനിങ് എസൻസ് ഓഫ് ലേണിംഗ് ഈസ് റെസ്പോൺസ് മോഡിഫിക്കേഷൻ. ദെൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഈസ് എ സ്റ്റിമുലസ് ഓറിയൻറ്റഡ് ആൻഡ് ഒപ്പറൻ്റ് കണ്ടീഷനിങ് ഈസ് എ റെസ്പോൺസ് ഓറിയൻറ്റഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ ആൻഡ് ഒപ്പറൻ്റ് കണ്ടീഷനിൽ പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു പോർഷനാണ്, പക്ഷേ ഇത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെയും ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങും എന്താണെന്ന് കൃത്യമായി മനസ്സിലായാലാണ് ഈ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ആ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവരും ഈ ഒരു വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.